നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ചെറിയ ഒരു വീഡിയോയുമായിട്ടാണ്. കാരണം എനിക്ക് വളരെയധികം ബിസിയുള്ള ഒരു ദിവസമാണ്. പക്ഷെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കണക്കുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യവും തുടരാമെന്ന് കരുതി തന്നെയാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം വളരെയധികം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും അത് ഒരു വൻ തകർച്ചയിലേക്ക് വീഴാതെ പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രണ്ടാം ദിവസത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം 3.5 കോടി രൂപയോളം കിട്ടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസം ഒരു നല്ല രീതിയിലുള്ള ഒരു ഇടിവ് ഏതൊരു സിനിമയ്ക്കായാലും ഉണ്ടാവാറുണ്ട്. കാരണം വ്യാഴാഴ്ചയാണ് ഇപ്പോൾ പടങ്ങൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തേക്ക് ഒരു വർക്കിംഗ് ഡേ ആകുമ്പോൾ ഒരു ചെറിയ ഒരു ഇടിവ് അവിടെ സംഭവിക്കാറുണ്ട്. ആ ഒരു ഇടിവ് മാത്രമാണ് ഈ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്കിതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. രണ്ടാം ദിവസം പിന്നിടുന്ന ഈ ഒരു സിനിമ രണ്ടാം ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,21,00,000 രൂപയോളം നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റേത് 3,60,00,000 രൂപയായിരുന്നു. അപ്പൊ 3,50,00,000 രൂപയായിരുന്നു. അപ്പൊ ഏകദേശം 1,30,00,000 രൂപയുടെ ഇടിവ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് ഒരു 30 മുതൽ 40% ഡ്രോപ്പ് മാത്രമാണ് രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് സൂചിപ്പിക്കുന്നത് ഈ സിനിമ ഒരു നല്ല ഒരു വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ്. എന്നാൽ ഇതിന്റെ ഒരു എതിരാളി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ നിലനിൽക്കുന്നത്. ആലപ്പുഴ ജിംഖാനയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പോലും പറയാൻ പറ്റത്തില്ല. കാരണം 2,80,00,000 രൂപയായിരുന്നു ആദ്യ ദിവസം ചിത്രത്തിന് കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചത്. രണ്ടാം ദിവസം വന്നപ്പോൾ 2,70,00,000 രൂപ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് വെറും 10 ലക്ഷത്തിന്റെ മാത്രം ഇടിവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സിനിമ ബമ്പർ ഹിറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ഈ വിഷു ഈസ്റ്റർ വിന്നറായിട്ട് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, ആലപ്പുഴ ജിംഖാനയായിരിക്കും എന്നുള്ളത്. ഈ ഒരു മാറ്റം, അതായത് ആദ്യ ദിവസം 2,80,00,000 രൂപ കിട്ടിയ സിനിമ 2,70,00,000 രൂപയായിട്ട് രണ്ടാം ദിവസം പിടിച്ചു നിൽക്കുകയും ആദ്യ ദിവസം 3.5 കോടി കിട്ടിയ മമ്മൂട്ടി ചിത്രത്തിന് രണ്ടാം ദിവസം 2,21,00,000 രൂപയായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. പക്ഷെ ഇതിനർത്ഥം ബസൂക്ക ഒരു പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. അങ്ങനെ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. ചിത്രത്തിന് മാന്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 30 മുതൽ 50 കോടി രൂപ വരെ 50ലേക്ക് എത്തുമോ എന്നുള്ളത് അടുത്ത സിനിമകളുടെയൊക്കെ ലിസ്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും 30നും 40നും ഇടയിൽ ഗ്യാരണ്ടി ആയിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കേരള ബോക്സ് ഓഫീസിലുള്ള കാര്യം മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കണക്ക് കൂടിയാണ് പറയുന്നത്. GCCയിൽ നിന്നുള്ള കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ അത് ഒരു നല്ല സംഖ്യ ആയിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കളക്ഷൻ നല്ല രീതിയിലുള്ള ഇതും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ വിദേശത്ത് മറ്റ് രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്തപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ആദ്യ ദിവസം കിട്ടിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വെറും 35 ലക്ഷം രൂപ മാത്രമാണ് GCC ഒഴിച്ചുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നായിട്ട് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് UK, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടെയൊക്കെ തന്നെ റിലീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാമായിട്ട് കൂട്ടി കിട്ടിയത് 35 ലക്ഷം രൂപയാണ്, 34 ലക്ഷം രൂപയാണ്. അതിൽ തന്നെ $4,000 അമേരിക്കയിൽ നിന്ന് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു സംഘടന അവിടെ ഒരു തിയേറ്റർ റെന്റിനെടുത്തിട്ട് നടത്തുന്ന പരിപാടിയായിരിക്കും. അതാണ് സാധാരണയായിട്ട് മലയാള സിനിമകൾക്ക് ലഭിക്കുന്ന വിദേശ മാർക്കറ്റ് എന്ന് പറയുന്നത്, GCC ഒഴിച്ചിട്ട്. അത് തന്നെയാണ് ഈ സിനിമയ്ക്കും കിട്ടിയിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഈ സിനിമയുടെ പിന്നിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സംഭവത്തിലേക്ക് അത് മാറിയേനെ എന്നും കൂടി നമുക്കിവിടെ എടുത്ത് പറയാൻ സാധിക്കും. എന്ത് തന്നെയാലും ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം വലിയ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിംഗും സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡീഗ്രേഡിംഗ് ആരാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കേണ്ടതില്ല, മോഹൻലാൽ ആരാധകർ തന്നെയാണ്. പക്ഷെ ആ ഒരു വെറുതെ ഒരു ഡീഗ്രേഡിംഗ് മാത്രമായിരുന്നില്ല, സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണം കിട്ടിയതോടുകൂടി സിനിമ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ്. അതായത് പടം മോശമാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പടം പൊട്ടി എന്നങ്ങോട്ട് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു ഈ പ്രാവശ്യത്തെ ഡീഗ്രേഡിംഗ് കാണാൻ സാധിച്ചത്. സാധാരണ നമ്മൾ കാണുന്നതെല്ലാം തന്നെ സിനിമ എന്താ പറയാ, സിനിമ മോശമാണ് അല്ലെങ്കിൽ അതങ്ങനെയാണ്
ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് രണ്ട് ഭാഗത്തുനിന്നും നമ്മൾ കാണാറ്. ഈ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കാണാൻ സാധിച്ച സിനിമ പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഒരു നമ്മളെ എന്താ പറഞ്ഞ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയൊന്നും ആയിരുന്നില്ല. കുറേയധികം മിസ്റ്റേക്കുകളുള്ള സിനിമയായിരുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം വരുന്നത് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഡീഗ്രേഡിങ്ങിന്റെ വേറൊരു തലം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളത്. പക്ഷെ ഡീഗ്രേഡിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഡീഗ്രേഡിങ് ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം 2,21,00,000 രൂപയിലേക്ക് ചിത്രം നിൽക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്ത് തന്നെയാലും സിനിമ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, മരണമാസം എന്ന് പറയുന്ന സിനിമയും രണ്ടാം ദിവസം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം 1,21,00,000 രൂപയോളം കളക്ഷൻ കിട്ടിയപ്പോൾ രണ്ടാം ദിവസം 1 കോടിയോളം തന്നെ 1,01,00,000 രൂപയോ മറ്റുമാണ് ട്രാക്കഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഫൈനൽ കളക്ഷന്റെ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല. അതായത് ആദ്യ ദിവസത്തെ കളക്ഷനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്കും സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനും ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സിനിമകളും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മമ്മൂട്ടിയുടെയും ഒരു സമ്മിശ്ര പ്രതികരണം കിട്ടിയ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നതും ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മമ്മൂട്ടി ആരാധകർ എന്ന് പറയുന്നവർ റിവ്യൂ നോക്കി മാത്രം സിനിമ കാണാൻ പോകുന്നവരാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് മമ്മൂട്ടിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഫാൻസ് ഷോ നടത്താത്തത്. കാരണം ഫാൻസ് ഷോയ്ക്ക് കയറുന്നവരെ റിവ്യൂ ഇടട്ടെ എന്നിട്ട് പോയി കാണാമെന്ന് കരുതിയിരിക്കുന്ന ഫാൻസുകാര് ഉള്ള ഒരു താരത്തിനെ സംബന്ധിച്ച് ഫാൻസ് ഷോ നടത്തുമ്പോൾ ആരാണ് ഫാമിലീസ് പോയി പടം കാണും? ഇതെല്ലായിടത്തും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് മമ്മൂട്ടിക്ക് പറയാവുന്നതുകൊണ്ട് തന്നെയാണ് ഫാൻസ് ഷോ നടത്താത്തത്. കാരണം ഇതിനു മുമ്പ് നടത്തിയ ഫാൻസ് ഷോ ഒക്കെ തന്നെ വൻ പരാജയമായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയിപ്പോ ഒരു ഫാൻസ് ഷോ നടത്താവുന്ന ഒരു പടം വരികയാണെങ്കിൽ അത് ബിലാല് മാത്രമായിരിക്കും. അത് വരുമോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയത്തുമില്ല. അപ്പോ ആ ഒരു സംഭവത്തിൽ നിൽക്കുമ്പോൾ ഈ ഫാൻസുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സമ്മിശ്ര പ്രതികരണം കിട്ടിയ ഒരു സിനിമ, ഇപ്പൊ മോഹൻലാലിന്റെ സമ്മിശ്ര പ്രതികരണം കിട്ടിയാൽ എന്താ ഉണ്ടാക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരുത്തന്റെ കമന്റ് ഒക്കെ കണ്ടു. അതിന് വേറെ ഒന്നും തെളിവ് വേണ്ട. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം ഇപ്പോഴും തിയേറ്ററിൽ നിൽക്കുന്നുണ്ട്. അത് എത്ര കളക്ഷൻ നേടി എങ്ങനെയാണെന്നൊക്കെ നോക്കിയാൽ മതി. പിന്നെ അത് തള്ളാണെന്നും പറഞ്ഞിട്ട് ഇന്നലെ വീണ്ടും അവന്മാര് എമ്പുരാന്റെ മേത്തേക്ക് കയറണ കണ്ടു. എനിക്കറിയത്തില്ല, എമ്പുരാനൊക്കെ കളക്ഷൻ ചെയ്യുന്നവന്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ നോക്കേണ്ടത് ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമേനെ ഒരു 10 ദിവസം ഓടിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ എമ്പുരാനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ആദ്യ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ കട്ടയ്ക്ക് നിന്നിട്ട് ബസൂക്കേനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ആരാധകർ ആ സിനിമ കാണാൻ പോവുകയല്ല ചെയ്യുന്നത്. അവര് നേരെ ആലപ്പുഴ ജിംഖാനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊന്നും ഡീഗ്രേഡ് ചെയ്താലൊന്നും ഒരു പടം കയറി വരില്ല സുഹൃത്തെ. പടം കയറി വന്നതുകൊണ്ട് നിങ്ങൾ തന്നെ മമ്മൂട്ടി ആരാധകർ തന്നെ ഈ ഒരു 2-3 ദിവസം തിയേറ്ററിൽ കയറി പടം കാണണം. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വാഴ്ചയോടുകൂടി പല തിയേറ്ററുകളിൽ നിന്ന് സിനിമ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. 300-ലധികം തിയേറ്ററുകളിലാണ് പടം കേരളത്തിൽ റിലീസ് ചെയ്തത്. ഈ 300-ൽ നിന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തെ പടങ്ങൾ റിലീസ് ചെയ്യും. അപ്പോൾ തിയേറ്ററിന്റെ കൗണ്ടുകൾ കുറവുണ്ടാവും. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ഇടിവ് ഈ പറഞ്ഞ അടുത്ത വർക്കിംഗ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ആരാധകരല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് ഫാമിലീസ് ആണ് കയറി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരാണ് അടുത്ത ആഴ്ച കയറി കാണേണ്ട ആൾക്കാർ. ഫാൻസുകാർ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നവർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. സിനിമ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ആകെയുള്ള ഒരു നിരാശ എന്ന് പറഞ്ഞാൽ ഫാൻസുകാർ ആ തിയേറ്ററിന്റെ പരിസരത്തേക്ക് പോലും പോകുന്നില്ല. അവർ ഓൺലൈനിൽ ഇരുന്നിട്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരികയാണെങ്കിൽ സിനിമ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു 50 കോടി ക്ലബിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. നന്ദി, നമസ്കാരം.